ഈ ഒരു കേക്കിന് എനിക്ക് ഓർഡർ വന്നപ്പോൾ കസ്റ്റമർ പറഞ്ഞത് കേക്കിൻ്റെ മുകളിൽ എവിടെയെങ്കിലും 1-2 റെയിൻബോ വേണം, പിന്നെ ഡിസൈനൊക്കെ മോനിഷയ്ക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോളാൻ പറഞ്ഞു. റെയിൻബോ തീമെന്ന് കേട്ടപ്പോൾ തന്നെ മൾട്ടി കളറിലുള്ള ഡിസൈൻ കൊടുത്തു നോക്കി. അത് ചെയ്ത് വന്നപ്പോൾ എനിക്ക് എന്തോ ഒരു ഇഷ്ടക്കുറവ്. കാര്യം ഞാൻ വിചാരിച്ച പോലെ ഒരു മൾട്ടി കളർ അതിനകത്ത് വന്നില്ല. അപ്പോഴേ അത് മാറ്റിയിട്ട് നോസിലൊന്ന് ചേഞ്ച് ചെയ്തു. എന്നിട്ട് അതേ ഡിസൈൻ തന്നെ വീണ്ടും കൊടുക്കാൻ ശ്രമിച്ചു. അതിന് ഞാൻ വിചാരിച്ച പോലെ ഒരു റെയിൻബോ കളർ വന്നതേയില്ല. അങ്ങനെ ഇതോടുകൂടി നോസിലിൻ്റെ പരിപാടി ഇവിടെ അവസാനിപ്പിച്ചു. അപ്പം ലാസ്റ്റ് ചെയ്ത ആ ഒരു ക്രീമും കളറും ഒക്കെ മൊത്തത്തിൽ മാറ്റിയിട്ട് ഞാൻ ഒന്നേന്ന് ക്രീം ചെയ്തെടുത്തൊരു കേക്കാണിത് കേട്ടോ. ഈ റെയിൻബോ തീം പറഞ്ഞതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്തെങ്കിലും ഒരു വെറൈറ്റി ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇത് വല്ലാത്തൊരു ചതിയായിപ്പോയി. പിന്നെ നമ്മുടെ റെയിൻബോയ്ക്ക് ഒട്ടും കുറവ് വരുത്തിയില്ല. 1ഉം 2ഉം അല്ല 3 എണ്ണം തന്നെ വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇങ്ങനെയൊക്കെയാണ്, നമ്മൾ എത്ര ശ്രമിച്ചാലും ശരിയാകാതെ വരും. അപ്പം തോന്നുന്നു നമുക്ക് ഈ പണിയൊക്കെ അങ്ങ് നിർത്തി പോയേക്കാമെന്ന്. ഇനി ഈ ടെൻഷനൊക്കെ അടിച്ച് ചെയ്ത ഈ വർക്കുണ്ടല്ലോ, ഇത് കസ്റ്റമറിന് കൊടുക്കുമ്പോൾ അവർ തരുന്ന നല്ലൊരു ഫീഡ്ബാക്ക് ആണെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ ഈ ചെയ്ത കേക്ക് ജന്മത്ത് മറക്കത്തില്ല. അത്രയ്ക്കാണ് അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം. അപ്പോൾ അതുപോലെ ഒരു റിപ്ലൈ ആയിരുന്നു കേട്ടോ ഈ കേക്കിനും കിട്ടിയത്. ഈ കേക്ക് ഞാൻ ചെയ്ത് കൊടുത്തിട്ട് ഏകദേശം 2 മാസത്തിന് കൂടുതലായി. അപ്പോൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ശരി.